കോതമംഗലത്തേക്ക് ഒരു ദിവസം വൺ ഡേ ട്രിപ്പിനൊക്കെ വരികയാണെങ്കിൽ തട്ടേക്കാട് ബേഡ് സാഞ്ചുറിയിലൊക്കെ കയറി അതുപോലെ തന്നെ ഭൂതത്താൻകെട്ട് ഡാമിലൊക്കെ പോയി ഭൂതംകെട്ട് ഡാമൊക്കെ കണ്ട് പിന്നെ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറേയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഒരു നേരമാവും. അതിൻ്റെ ഇടയ്ക്ക് പൂയംകുട്ടി അതുപോലെ കുറച്ച് ഏരിയകളൊക്കെ പോവുക. അത് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് അസ്തമയം കാണണമെങ്കിൽ ഇവിടെ എവിടെയാണെന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ അസ്തമയം കാണാനായിട്ട് പ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ് അയ്യപ്പൻമുടി. ഇവിടെ അസ്തമയം കാണാനായിട്ട് പ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണ് അയ്യപ്പൻമുടി. നാടുകാണിയൊക്കെ പോണ വഴിയിൽ കോതമംഗലത്ത് നിന്ന് കറക്റ്റ് 6 കിലോമീറ്ററാണ് ഇവിടെ വരെ എത്താനായിട്ടുള്ളത്. നേരെ നാടുകാണി പോണ വഴിയിൽ തിരിഞ്ഞ് ഇവിടെ എത്തുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒത്തിരി വലിപ്പമുള്ള പാറയൊന്നുമല്ല. അതിൻ്റെ മുകളിൽ കയറുമ്പോഴത്തേക്കും ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അതിനോടനുബന്ധിച്ചായിരിക്കും അയ്യപ്പൻമുടി എന്ന പേര് വന്നത്. ഇവിടെ വന്ന് കയറി കഴിയുമ്പോഴത്തേക്കും നല്ല ചുറ്റുപാടുമൊക്കെ ഒത്തിരി താഴ്ചയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മളിവിടെ വന്ന് കയറുന്നത് വലിയ ഹൈറ്റൊന്നുമില്ല, ചെറിയ രീതിയിൽ നടന്ന് എല്ലാവർക്കും കയറാൻ പറ്റുന്നുള്ളൂ. അയ്യപ്പൻമുടിയുടെ മുകളിൽ കയറുമ്പോൾ ഒരു 5:30 കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ആ ഒരു ടൈം ആവും. അന്നേരത്തിന് നല്ല കാറ്റൊക്കെയാണ് ഇവിടെ. അന്നേരത്തിന് ഒരു കളറൊക്കെ മാറി വരും. അന്തരീക്ഷത്തിൻ്റെ ആകാശത്തിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വന്നു. അസ്തമയം കഴിയുമ്പോൾ പിന്നെ ഒരു പെട്ടെന്നൊരു കളർ മാറ്റമുണ്ട്, റോസ് കളറായിട്ട്. അതാണ് ശരിക്കും നമുക്കിവിടെ വന്ന് കാണുമ്പോൾ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ആ ഒരു കാഴ്ച തന്നെയായിരിക്കും അസ്തമയം കഴിഞ്ഞു എന്ന് കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും ഈ ഒരു കളർ മാറ്റം വരുന്നത്. ഈ ഒരു അമ്പലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിട്ട് അത് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അടിപൊളിയാണ്. അതുപോലത്തെ കുറേ ഫോട്ടോകളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് കോതമംഗലം വന്ന് ഒരു വൺ ഡേ ടൂറ് പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് അത്യാവശ്യം വൺ ഡേ ടൂറിന് പറ്റിയൊരു ഏരിയ തന്നെയാണിത്. ഭൂതത്താൻകെട്ട്, അതേപോലെ തന്നെ ഇടമലയാർ ഡാമുണ്ട്, അങ്ങോട്ട് പെർമിഷൻ ഇല്ല. പിന്നെ തട്ടേക്കാട് ബേഡ് സാഞ്ചുറി, പിന്നെ കുട്ടമ്പുഴയിൽ ചെന്ന് കഴിഞ്ഞാൽ പൂയംകുട്ടിയുണ്ട്, ആനക്കയമുണ്ട്, അങ്ങനെ കുറേ ഏരിയകളുണ്ട്. കുളിക്കാനൊക്കെ ആണെങ്കിലും ആനക്കയത്ത് ചെന്നാൽ ഒരു ബീച്ച് തന്നെയാണ്. അവിടെയൊക്കെ പോയി കുളിച്ചിട്ട് പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു നേരം ഇവിടെ വരികയാണെങ്കിൽ നല്ലൊരു അസ്തമയം കണ്ട് നമുക്ക് പെട്ടെന്ന് തിരിച്ച് വീടുകളിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് വരേണ്ടവർ കറക്റ്റ് ഞാൻ അഡ്രസ്സെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഭൂതത്താൻകെട്ട് വന്ന് ബോട്ടിങ്ങിന് പോയതിൻ്റെ കുറേ വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾ കയറിയത് വലിയ ബോട്ടിനാണ്. അതിനകത്ത് പെർ ഹെഡ് 150 രൂപയാണ്. പിന്നെ 10 സീറ്റിൻ്റെ അതിനകത്ത് വരുന്ന 1500 രൂപ വരും. അങ്ങനെ പിന്നെ ഹൗസ് ബോട്ടുണ്ട്, അത് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. ഭൂതത്താൻകെട്ടിൻ്റെ അവിടെ നിന്ന് ഹൗസ് ബോട്ട് ഉണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഹയാക്കിംഗ് ഉണ്ട്, അങ്ങനെയെല്ലാം അടിപൊളി. പിന്നെ ഒരു കാര്യം വിട്ടുപോയി, ഇഞ്ചത്തൊട്ടി തൂക്കുവാലം. അതും കൂടെ നിങ്ങൾ ഉൾക്കൊള്ളിക്കുകയാണ്, അതും അടിപൊളിയായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ അവിടെയാണ് മെയിനായിട്ട് ഹയാക്കിങ്ങും കുറേ ചവിട്ട് ബോട്ടും പെഡൽ ബോട്ടും എല്ലാം അടിപൊളി പരിപാടിയാണ്. ഇതിനെല്ലാം പ്രധാന കാരണം ഭൂതത്താൻകെട്ട് ഡാം അടയ്ക്കുമ്പോഴാണ്. അവിടെ അടയ്ക്കുമ്പോഴാണ് നേര്യമംഗലം ഭാഗത്തേക്കും ഈ എല്ലാ ഭാഗത്തേക്കും കുട്ടമ്പുഴ എല്ലാം വെള്ളം ഉയരുന്നത്. അപ്പോഴാണ് നമുക്ക് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രധാനമായിട്ടും ഭൂതത്താൻകെട്ട് ഡാമിനെ അടിസ്ഥാനത്തിലാണ് ബാക്കിയുള്ള ടൂറിസം എല്ലാം ഇവിടെ വികസിച്ച് നിൽക്കുന്നത്. പിന്നെ കനാലിക്കൂടെ ഇഷ്ടം പോലെ സൈഡിലേക്ക് വെള്ളം പോകുന്നുണ്ട്. ഇവിടെ അടയ്ക്കുമ്പോഴാണ്, ഇവിടെ തുറക്കുമ്പോഴാണ് പിന്നെ പാണിയലിപ്പൂരൊക്കെ വെള്ളം കയറുന്നത്. അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ പരിചയമില്ലാത്ത സ്ഥലങ്ങൾ നമ്മൾ എടുത്ത് ചാടല്, എല്ലാം കണ്ടും നോക്കിയും വേണം ചെയ്യാനായിട്ട്. വെള്ളം കുറവാണെന്ന് വെള്ളം കുറവായിരിക്കും, പക്ഷേ അവിടെ കുഴിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പെരിയാറിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഒത്തിരി അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാണേലിപ്പോരാണേലും മഹാഗണിത്തോട്ടത്തിലാണേലും ആ പെരിയാറിലേക്ക് ഇറങ്ങുന്നിടത്ത് ഒരു ഫ്ലെക്സ് തന്നെ വലുത് വെച്ചിട്ടുണ്ട്, ഇത്ര പേര് ഇവിടെ മരിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിലൊരാൾ നമ്മളാകാതിരിക്കാൻ വേണ്ടി
പ്രത്യേകം ശ്രദ്ധിക്കുക. നാടുകാണിക്ക് പോണ വഴിയിൽ തന്നെയാണ് ഈ അയ്യപ്പൻമുടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അയ്യപ്പൻമുടിയിൽ എത്താനായിട്ട് നമുക്ക് വഴി ഒരിക്കലും തെറ്റത്തില്ല. കുറുക്ക് വഴികളൊന്നും നോക്കേണ്ട കാര്യമില്ല. തട്ടേക്കാട് ഭൂത്താങ്കെട്ട് ഭാഗത്തുനിന്ന് വരുമ്പോഴത്തേക്കും കീരമ്പാറ വരുമ്പം നമുക്ക് മാപ്പിനകത്ത് ഒരു വഴി കാണും അയ്യപ്പൻമുടിയിലേക്ക് എത്താനായിട്ട്. ആ വഴി നിങ്ങൾ സ്വീകരിക്കാതെ ഇരിക്കുന്നതാണ് നല്ലത്. കാരണം ചെറിയ വഴിയാണ്, ഇടവഴിയാണ്. അതിലെ ഒരു കാറ് തന്നെ കടന്നു വരാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ നിങ്ങൾ ആ വഴി ഒരിക്കലും തിരഞ്ഞെടുക്കേണ്ട. നേരെ ചേലാട് വന്നിട്ട് അവിടുന്ന് ഇങ്ങ് പോരുന്ന വഴി തന്നെയാണ് നാടുകാണി പോണ വഴിയെന്ന്. അത്യാവശ്യം നല്ല വഴി തന്നെയാണ്, യാതൊരുവിധ കുഴപ്പമില്ല. ആ വഴി നമുക്ക് അത്യാവശ്യം വലിയ ബസ്സുകളടക്കം ഇങ്ങോട്ട് കയറി വരും. അപ്പോൾ അസ്തമയം കാണാനായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, അയ്യപ്പൻമുടി തന്നെയാണ് ഏറ്റവും നല്ല ചോയ്സ്. ഇത് അസ്തമയം കഴിഞ്ഞാലാണ് ഇവിടുത്തെ ഒരു ഭംഗി നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അസ്തമിക്കുന്നോടം വരെ സൂര്യൻ ഒത്തിരി ദൂരെയായിട്ടാണ് കാണുന്നത്, ഒരു പൊട്ട് പോലെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ ഈ ഒരു കളറ് മാറ്റം നമുക്ക് വളരെയധികം നമുക്ക് മനസ്സിനെ ഒത്തിരി തട്ടുന്ന ഒരു കളർ മാറ്റം തന്നെയാണത്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ ചെമ്പകവും അതുപോലെ തന്നെ ഒരു ടാങ്കും ഉണ്ട്. പിന്നെ കണിക്കൊന്ന ഉണർന്നിപ്പുണ്ട്. പിന്നെ താഴെയായിട്ട് കാണുന്നത് റബ്ബറിൻ്റെ ആയിരിക്കും, റബ്ബർ തൈ വെച്ചേക്കുന്നതായിരിക്കും. ഇങ്ങനെ പോരുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം കണ്ട് ഇവിടെ എന്തോ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സൈഡിലായിട്ട് കന്നാര കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ ലൈറ്റുകൾ കാണാം. ഏതാ ഭാഗം എന്നൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഈ സൈഡ് വന്നപ്പോഴത്തേക്ക് അടിപൊളി ഈ സൈഡ് ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ കളർ നിൽപ്പുണ്ട്. സമയം 6:34 അന്നേരത്തേനുമാണ് കളറൊന്ന് മാറി വന്നത്. അസ്തമയം കഴിഞ്ഞപ്പോഴത്തേക്കും 2-3 ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ വീട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയി. അപ്പോഴത്തേക്കും ഞാനും ഓർത്തു ഇനിയിപ്പോൾ കളറൊന്നും ഉണ്ടാവില്ല, ഇന്നത്തെ ഒരു സീനറി നമുക്ക് നഷ്ടമായി എന്നൊക്കെ ഓർത്തപ്പോഴാണ് കളറ് മാറി വരാൻ തുടങ്ങിയത്. 6:30 ആയപ്പോഴാണ് ഈ ഒരു കളറ് അസ്തമിച്ചിട്ട് ഏകദേശം 6:20 കാണും അസ്തമിച്ചപ്പോൾ. ഇപ്പോൾ നല്ലൊരു സീനറി തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല അടിപൊളി കളർ തന്നെയാണ് ഇപ്പോഴും. ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിലും പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തുന്നതാണ്. അതുവരെ മറ്റു വീഡിയോകളൊക്കെ കണ്ട് ഇരിക്കുക. നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്ന വീഡിയോകളൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിനകത്ത് ഓളും കൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുകൊണ്ട് ഒരൊറ്റ വീഡിയോയും മിസ്സാവില്ല.
അതാണ് ഇതിൻ്റെ ഗുണം.